നിങ്ങൾ ഏതെങ്കിലും ബ്രൗസിങ്ങോ അതല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരിക എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ തീർക്കുകയും അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഇങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സെർച്ചൊക്കെ നിങ്ങൾ മറ്റുള്ള ഫ്ലിപ്കാർട്ടിലോ ആമസോണിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരസ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റേതെങ്കിലും ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങളെ സ്മാർട്ട് ഫോൺ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്മാർട്ട് ഫോണിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഗൂഗിളാണ് ഇങ്ങനെയുള്ള ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ. കാരണം ഗൂഗിൾ ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റുള്ള കമ്പനികൾക്ക് നൽകുന്നു. അതിലൂടെയാണ് നിങ്ങൾക്ക് ആവശ്യമായ പരസ്യങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മുടെ പ്രൈവസിയെ ബാധിക്കുമെങ്കിലും ഇതൊരു വലിയ ഇഷ്യൂ അല്ലെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു പ്രധാന ഇഷ്യൂ കൂടിയാണ് ഇങ്ങനെയുള്ള ട്രാക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നോർമലായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ പ്രൈവസി സെറ്റിങ്സുകൾ മാറ്റുക എന്നുള്ളതാണ്. അതിന് നിരവധി വിൻഡോകൾ ഓപ്പൺ ചെയ്യണം, സ്ക്രോളുകൾ ചെയ്യണം, പല ഓപ്ഷനുകളും പരിശോധിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിക്കിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. വളരെ സേഫായിട്ട് എൻക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതേ രീതിയായിരിക്കും കാണാൻ സാധിക്കും. പേഴ്സണലൈസ്ഡ് ആഡുകളാണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുന്നത്. അഥവാ ഒരു പേഴ്സണ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പരസ്യങ്ങൾ നൽകുക എന്നുള്ള ആ ഒരു ഓപ്ഷനിലൂടെയാണ് ഗൂഗിൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആഡുകൾ നമുക്ക് എത്തിച്ചു നൽകുന്നത്. അതുപോലെ ലൊക്കേഷൻ ഹിസ്റ്ററി, അതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റികൾ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ. അതുപോലെ യൂട്യൂബ് ഹിസ്റ്ററി, അതുപോലെ മറ്റു ഗൂഗിൾ സർവീസുകളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ഡാറ്റകൾ, അതുപോലെ യുവർ ഗൂഗിൾ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതും നിങ്ങൾ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്തേക്കാം. അതുപോലെ സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന അതേ രീതിയിലുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് നെക്സ്റ്റ് നൽകി മുൻപോട്ട് പോകുക. നെക്സ്റ്റ് നൽകി മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ID ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ഗൂഗിൾ ID ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിവിടെ ലോഗിൻ ചെയ്യുക. ധൈര്യത്തിൽ ലോഗിൻ ചെയ്യാം. യാതൊരുവിധ പ്രൈവസി പ്രശ്നവും ഇതിനകത്തുണ്ടാവുകയില്ല. അക്കൗണ്ട് ലോഗിൻ ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഓഫായി കിടക്കുന്നത് കാണാൻ സാധിക്കും. മുൻപോട്ട് പോയാൽ ഏതൊക്കെ ലൊക്കേഷൻ ഹിസ്റ്ററി അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഓഫായി പോയത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകമായിട്ട് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ തുടർന്ന് പ്രസ് ചെയ്ത് ഏറ്റവും അവസാനത്തെ ബട്ടണിൽ ഡൺ എന്ന് നൽകാം. അങ്ങനെ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഓരോന്നോരോന്നായി ഈ രീതിയിൽ പ്രൈവസി ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനമായ കാര്യമാണ് നിങ്ങളുടെ ഗൂഗിൾ ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. അഥവാ ഗൂഗിൾ ക്രോമോ അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചോ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം മറ്റേതെങ്കിലും ബ്രൗസറുകൾ ഉപയോഗിക്കാം. ഏറ്റവും മികച്ച ബ്രൗസറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അഥവാ ബ്രേവ് ബ്രൗസറോ അതല്ലെങ്കിൽ ഫയർഫോക്സ് പോലെയുള്ളവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലും നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം DuckDuckGo എന്നുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ മാത്രം ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ 2 ബ്രൗസറുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ അതിനകത്ത് ഡീഫോൾട്ടായിട്ടുള്ള ബ്രൗസർ DuckDuckGo ആക്കി ഡീഫോൾട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ
പ്രശ്നങ്ങളൊക്കെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരമാകുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇങ്ങനെയുള്ള യൂസ്ഫുള്ളായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലേതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്കറിയുന്ന ടിപ്പുകളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.